അല്ലാഹി ഫൗഖ ഐദീഹിം, അവരുടെ കരങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ കരമുണ്ട്. നമ്മുടെ മേൽ അള്ളാഹുവിൻ്റെ കൈത്താങ്ങുണ്ട്, അള്ളാഹുവിൻ്റെ സഹായമുണ്ട്. മുഅ്മിനീങ്ങൾ പറയുന്നത് എന്താണ്? ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ, ആദ്യത്തേതും അവസാനത്തേതും അള്ളാഹുവാണ്. അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ, ആദ്യം എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അതിൻ്റെ അവ്വല്, ആഖിറുണ്ടെങ്കിൽ അതിൻ്റെ ആഖിറ്, അവ്വലും ആഖിറും എല്ലാം അള്ളാഹുവാണ്. വല്ലാഹിറു വൽ ബാത്തിൻ, ഏറ്റവും പ്രത്യക്ഷമായതും എന്നാൽ പരോക്ഷമായതും അള്ളാഹുവാൻ. പ്രപഞ്ചത്തിൽ അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കാൻ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചു. അള്ളാഹു അവൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവായി കാണിച്ചു തന്നതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം കാണിച്ചിട്ടല്ല പറയാൻ ഞാനാണ് ഇതിൻ്റെ രക്ഷിതാവ്. ഒന്നും പടക്കാതിരിക്കുകയാണെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. അള്ളാഹു എല്ലാം പടച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹു ലാഹിറാൻ. ഓരോ ഇലയിലും ഓരോ ആറ്റത്തിലും മോളിക്യൂളിലും അള്ളാഹുവിനെ കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം, ദ മാഗ്നിഫിഷൻസ് ക്രിയേഷൻ ഓഫ് അള്ളാഹ് സുബ്ഹാനഹു വ തആല എല്ലാറ്റിലും കാണാൻ കഴിയുകയാണ്. എല്ലാം അത്ഭുതമാണ്. നമ്മുടെ കിഡ്നിക്കുള്ളിൽ എത്രയെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു. മൂത്രം, അതിൻ്റെ ഫിൽറ്ററിങ് നടക്കണമെങ്കിൽ 2 മില്യണോളം ക്രിയാറ്റിൻ നമ്മുടെ കിഡ്നിയിൽ ഓരോന്നിലുമുണ്ട്. ഇപ്പോൾ 2ലും കൂടെ വരുമ്പോൾ 4 മില്യൺ. എത്രയാണതൊക്കെ? ഓരോ ക്രിയാറ്റിൻ്റെ ഉള്ളിലും അതിൻ്റേതായ കണികകൾ. എങ്ങനെയാണ് ഈ സൃഷ്ടിപ്പ് നടക്കുന്നത്? എന്താ മനുഷ്യ ശരീരത്തിൻ്റെ അത്ഭുതം! എത്ര വലുതാണ്! 1 മിനിറ്റ് വെള്ളത്തിൽ മുക്കിയാൽ തീരുന്നതാണ് ഈ മനുഷ്യൻ്റെ ജീവിതം. 1 മിനിറ്റിലേറെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ തീരൂലേ? ശ്വാസം കിട്ടാതെ മരിക്കും. അത്ര ദുർബലനാണ്. പക്ഷേ എന്താ മനുഷ്യൻ്റെ ഡയലോഗ്! സുബ്ഹാനല്ലാഹ്, എത്ര ദുർബലനാണ് മനുഷ്യൻ! പറയുന്ന വാക്കുകൾ എന്താ? ആരോടായി പറയുന്നത്? അള്ളാഹു പറയാ, ഫിർഔൻ ഇങ്ങനെ പറഞ്ഞു പോയ ആളാണ്, ഖാറൂൻ അങ്ങനെ പറഞ്ഞു പോയ ആളാണ്, നമ്രൂദ് ഇങ്ങനെ പറഞ്ഞു പോയ ആളാണ്. അവർക്കതിൻ്റെ പര്യവസാനം അനുഭവിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഹുവല്ലാഹിർ, സർവ്വ പ്രപഞ്ചവും കാണിച്ചിട്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെതിരെ കാണാൻ കഴിയുന്നില്ലേ? ഒരു പെയിൻറ്റിങ് കണ്ട ഒരു ഡ്രോയിങ് കണ്ട, ഇതിപ്പോൾ ഇലക്ട്രോണിക് ഡ്രോയിങ് ആണ്. ഇത് ചെയ്ത ഒരാളുണ്ടല്ലോ, നമ്മുടെ IT സുഹൃത്തുക്കൾ ആരെങ്കിലും ചെയ്തായിരിക്കും. ഇത് വെറുതെ വരുമോ? ഇല്ല. പ്രപഞ്ചമെന്ന പെയിൻറ്റിങ്, പ്രപഞ്ചമെന്ന ക്യാൻവാസ്, ഇതിലെ സൂര്യനും ചന്ദ്രനും വെളിച്ചവും പ്രഭയും അൾട്രാ വയലറ്റ് റേസും ഗാമ റേസുകളും ഓസോൺ ലെയറുകളും ഗ്യാസുകളും ഇത് എവിടെ നിന്നുണ്ടായി? ഇതങ്ങനെ പൊട്ടിമുളച്ചതാണോ? ഹുവല്ലാഹിർ, ഇതിലൂടെ അല്ലാഹുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലയോ? അതാണ് ലാഹിറിൻ്റെ അർത്ഥം. അല്ലാഹ് ഈസ് ഒബ്വിയസ്, അല്ലാഹു എല്ലാറ്റിലും വ്യക്തമാണ്. ഒരു സ്മോക്ക് കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഫയറുണ്ട് എന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കറുത്ത പുകയുയരുന്നുണ്ട്. ദൂരെ കിടക്കുന്ന ഒരു മനുഷ്യൻ പറയാം, തീ പിടിച്ചിട്ടുണ്ട്. തീ നീ കണ്ടോ? തീ ഞാൻ കണ്ടില്ല, പക്ഷെ പുക കണ്ടല്ലോ. പുക കണ്ടാൽ അതിൻ്റെ താഴെ തീ ഉണ്ടാവുന്ന ഉറപ്പല്ലേ? ഈ ബുദ്ധിയെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടു. ഈ സൂര്യനും പ്രപഞ്ചവും വെളിച്ചവും നിലാവും നക്ഷത്രവും മന്ദമാരുതനും ചൂടും തണുപ്പും കാറ്റും പൊടിക്കാറ്റും ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു? ഇതിനൊരാൾ വേണ്ടേ? ഇത് വെറുതെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കൃത്യമായ സൈക്കിൾ ഓഫ് സീസൺ അള്ളാഹു വെച്ചിരിക്കുകയാണ്. ചൂട് ബോറടിക്കുമ്പോൾ തണുപ്പ് വരുന്നു, തണുപ്പ് ബോറടിക്കുമ്പോൾ ചൂട് വരുന്നു, അതിനെക്കുറിച്ച് മഴ തരുന്നു. ഏതെല്ലാം കാലാവസ്ഥകൾ, ഏതെല്ലാം മില്യൺ കണക്കിന് സ്പീഷീസുകളാണ്, മറൈൻ സ്പീഷീസാണ് കടലിൽ കിടക്കുന്നത്. മില്യൺ കണക്കിന് തരം ഇനങ്ങൾ ഓരോന്നിലും കിടക്കുന്ന എത്ര മത്തിയുണ്ട്? അതെ, ഒരു മത്തി എന്ന് പറഞ്ഞ പോലെ, അയിലമീ എന്ന് പറഞ്ഞ പോലെ കിടക്കുന്നത് മില്യണിലേറെയാണ്. ഓരോന്നിനും എത്ര മെമ്പർമാരുണ്ടാകും? ഇതൊക്കെ വെറുതെ ഉണ്ടായതാണോ? ഹുവല്ലാഹിറു, നിങ്ങൾക്ക് അള്ളാഹുവിനെ ഇതിൽ കണ്ടെത്താൻ കഴിയുന്നില്ലയോ? അള്ളാഹു ചോദിക്കുകയാണ്. മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ്. ഈമാനുള്ള ഇല്ലാത്തവർ വിചാരിക്കും അധികാരിയാണ് തരുന്നത്, അധികാരം കയ്യിലുള്ള ആളാണ്, നമ്മുടെ മാനേജറാണ്, നമ്മുടെ ജോബിൻ്റെ ആൾ, മൂപ്പർ വിചാരിച്ച എൻ്റെ കാര്യം കട്ടപ്പുകയാണ്. അങ്ങനെ സംഭവമില്ല. നിങ്ങളുടെ റിസ്ക് അള്ളാഹിൻ്റെ കയ്യിലാണ്. മാ യഫ്തഹില്ലാഹു മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി. ഇതാണ് മുഅ്മിനായ മനുഷ്യൻ വിചാരിക്കേണ്ടത്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മ, അല്ലാഹു ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു റഹ്മത്ത് തുറന്നു തരികയാണെങ്കിൽ ഫലാ മുംസിക ലഹാ, ആ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. അപ്പോൾ ഈമാൻ ദുർബലമാണ്, എന്നാലും ഓലെ കൊണ്ട് പറ്റുമോ? കഴിയില്ല, അള്ളാഹു കണക്കാക്കിയതല്ലാതെ. വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി,
അള്ളാഹു എങ്ങാനും അത് പിടിച്ചു വെച്ചാൽ അത് അഴിച്ചു തരാനും തുറന്നു തരാനും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയില്ല. ഇങ്ങനെയാണ് മുഅ്മിൻ വിചാരിക്കുക. അങ്ങനെയാ വിശ്വാസികൾ കാണുന്നത്. ലഹുൽ ഖൽഖു വൽ അംർ, എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, എല്ലാ സൃഷ്ടിപ്പും നടക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്. ഇതാണ് മുഅ്മിനിന്റെ വീക്ഷണം. അത് വിചാരിക്കല്ലത് പ്രകൃതി ഉണ്ടാക്കിയതാണ്. മുഅ്മിന്റെ വീക്ഷണം ലഹു, അള്ളാഹുവിനാണ്. അൽ ഖൽഖ്, സൃഷ്ടിപ്പ് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹ്ക്ക് കോഴിമുട്ടല്ലാതെ കോഴി ഉണ്ടാക്കാൻ പറ്റും. അതിന് തന്നെ അള്ളാഹുവിനെ പറ്റി ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന അർത്ഥം തന്നെ അതാണ്. അവിടെ ചിക്കൻ ആൻഡ് എഗ് ഡിബേറ്റ് ഇല്ല ഒരു മുസ്ലിമിന്. അള്ളാഹു സബബില്ലാതെ ഉണ്ടാക്കാൻ കഴിയുന്നവനാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെ. എന്താ ഈ വസ്തുവിന് അറബിയിൽ ഷൈ എന്ന് പറയാൻ കാരണം എന്താ? ഷാ യശാഉ, ഉദ്ദേശിക്കുമ്പോൾ, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടായത് എന്നർത്ഥം കിട്ടാനാണ് വസ്തുവിന് ഷൈ എന്ന് തന്നെ പറയാൻ കാരണം. ഷൈ എന്ന് പറഞ്ഞാൽ വസ്തു എന്നാണ്. ഈ വസ്തു ഉണ്ടായത് എപ്പോഴാണ്? മാഷാ അല്ലാഹു ഖാൻ വമാ ലം യശഅ ലം യകുൻ. മാഷാ അല്ലാഹു ഖാൻ, അള്ളാഹു എന്തുദ്ദേശിച്ചുവോ അതുണ്ടായി. വമാ ലം യശഅ ലം യകുൻ, അള്ളാഹു ഉദ്ദേശിക്കാത്തത് ഉണ്ടായതും ഇല്ല. അത്രയേ ഉള്ളൂ. അള്ളാഹുവാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടിപ്പ്. വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ. മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ, അള്ളാഹു എന്ന സംരക്ഷകൻ, അള്ളാഹുവിൻ്റെ സംരക്ഷണമേ മനുഷ്യർക്ക്, ജിന്നുകൾക്ക്, മലക്കുകൾക്ക്, ആർക്കും അള്ളാഹിൻ്റെ സംരക്ഷണമാണുള്ളത്. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ, അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ആരെയും അള്ളാഹു കൂട്ടിന് ചേർത്തിട്ടില്ല. അള്ളാഹുവിൻ്റെ അധികാരം റബ്ബിന് മാത്രമാണ്. അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഒരാൾക്കും അതിൽ പങ്കില്ല. സാധാരണക്കാരനുമില്ല, ഒരു വലിയനുമില്ല, ഒരു നബിക്കുമില്ല, ഒരു മലക്കിനുമില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും അള്ളാഹുവിൻ്റെ അധികാരത്തിൽ പങ്കില്ല. അത് റബ്ബിന് മാത്രമാണ്. ഹുവൽ അവ്വലു വൽ ആഖിർ വല്ലാഹിറു വൽ ബാത്തിൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയൊരു അധ്യായം നമ്മെ പഠിപ്പിച്ച ദീർഘമായ ഹദീസിൽ വഅലം, അറിയണം, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യദുറൂക ബിശൈഇൻ ലൻ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. ലോകത്തുള്ള മനുഷ്യർ മുഴുവനും, ഭൂതങ്ങളായ ഭൂതങ്ങൾ മുഴുവനും ഒരുമിച്ച് ചേർന്ന് നീ എന്ന ഒരു മനുഷ്യന് ഉപകാരം ചെയ്യണമെന്ന് കരുതിയാൽ ലൻ യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, അല്ലാഹു നിനക്ക് സംഭവിക്കണം എന്ന്, നിനക്കനുകൂലമായി നിനക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം അല്ലാഹു നടക്കണം എന്ന് തീരുമാനിച്ചത് മാത്രമേ നടക്കൂ. ഇവരൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അതേപോലെ ലോകത്തുള്ള സർവരും കൂടിയിട്ട് നിന്നെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ. എല്ലാവരും കച്ചകെട്ടിറങ്ങി, എല്ലാവരും ഇറങ്ങി. സർവ്വ സോഷ്യൽ മീഡിയയും. ഒരാൾ പറഞ്ഞു, മുമ്പൊക്കെ എയർപോർട്ടുകളിലൊക്കെ ബാത്റൂമിൽ സിന്ദാബാദ് എഴുതിയിട്ട് പോകും ഫ്ലൈറ്റ് പോണിൻ്റെ മുമ്പ്. പല സങ്കടവും, അർബാബിനോടുള്ള ദേഷ്യവും, നാടിനോടുള്ള വൈരാഗ്യവും, ജോലിയോടുള്ള വെറുപ്പും ഒക്കെ വലിയ സിന്ദാബാദൊക്കെ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ മേലെ എഴുതി വെച്ച് പോവുക. അവരൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലായിരിക്കണതെന്നാണ്. ആ പരിപാടിയൊന്നും ഇപ്പം ഇല്ല, ഫേസ്ബുക്കിൽ എഴുതി വിട്ടാൽ മതി. എല്ലാവരും അങ്ങ് പ്രതിഷേധിച്ചെന്ന് വിചാരിക്കുക. എഴുതാൻ അറിയുന്നവരും അറിയാത്തവരും, സഭ്യമായ വാക്ക് ഉപയോഗിക്കുന്നവരും അസഭ്യം മാത്രം ഉപയോഗിക്കുന്നവരും, ഇവർക്കൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ എന്ത് ചെയ്യാണ്, അങ്ങനെ എഴുതിവിടാം. അത് വല്ലാത്തൊരു സൗകര്യമാണ് പുള്ളിക്ക് കിട്ടിയത്. ബാത്റൂമിൻ്റെ മുന്നിൽ പോയിട്ട് വെറുതെ ഫ്ലൈറ്റ് ടൈം കളയേണ്ട ആവശ്യമില്ല. എല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു മനുഷ്യൻ, അള്ളാഹിൻ്റെ മഖ്ലൂക്കിൽപ്പെട്ട ഒരാൾ, ലോകത്തെല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യാൻ വിചാരിച്ചു എന്ന് വയ്ക്കുക. എല്ലാവരും കൂടി ഇറങ്ങി പുറപ്പെട്ടു. ഒരൊക്കെ എഴുതാൻ തുടങ്ങി, ഒരൊക്കെ പറയാൻ തുടങ്ങി, നിയമ നടപടികൾ തുടങ്ങി. എന്തു തന്നെ സംഭവിച്ചാലും ലൻ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, അല്ലാഹു നിനക്ക് സംഭവിക്കണം എന്ന് വിചാരിച്ച ഒരു ഖളാ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലും നടക്കൂ. ഇവരാരും വിചാരിച്ചിട്ടും കാര്യമില്ല. എന്നിട്ട് പറഞ്ഞു, റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹഫ്, എന്തൊക്കെ നടക്കണം നടക്കണ്ട എന്ന് അല്ലാഹു തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. മഷി വറ്റിക്കഴിഞ്ഞു, പേനകൾ ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. റുഫിഅത്തിൽ അഖ്ലാം, the pens have been lifted, the ink has dried out. മഷി ഉണങ്ങിക്കഴിഞ്ഞു, പേനകൾ ഉയർത്തപ്പെട്ടു. ഇതാണ് മുഅ്മിനായ മനുഷ്യന്റെ തവക്കുൽ. എന്തുകൊണ്ട്? അല്ലാഹു മാലിക്കുൽ മുൽക്കാണ്.
മനുഷ്യൻ വിചാരിക്കും തനിക്കാണ് അധികാരം എന്ന്. ആ അധികാരം വെച്ച് മനുഷ്യൻ എന്തെങ്കിലും ചെയ്യാൻ തുനിയും. പക്ഷേ അള്ളാഹുവിൻ്റെ ഖളാ ആണ് അവിടെ സംഭവിക്കുന്നത്. സൂറത്ത് യൂനുസ്, ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖ്റുഫഹാ വസയ്യനത് വظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس. അവരുദ്ദേശിച്ച പോലെ ഭൂമിയെ അലങ്കരിച്ച് മനോഹരമാക്കി കൊണ്ടുവന്ന് ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖ്റുഫഹാ വസയ്യനത്, ഭൂമി അലങ്കൃതമായി നിൽക്കുകയാണ്. എല്ലാ ശോഭയും ഭൂമിക്ക് കൈവന്നു. അങ്ങനെ അവർ വിചാരിച്ചു അന്നഹും ഖാദിറൂന അലൈഹ, ഇതൊക്കെ നമ്മുടെ അധികാരത്തിലാണ്, ഇതൊക്കെ നമ്മുടെ കഴിവാണ് എന്ന് വിചാരിച്ചു വെച്ചപ്പോ അതാഹാ അംറുനാ ലൈലൻ ഔ നഹാറാ, രാവിലോ പകലിലോ നമ്മുടെ തീരുമാനം അവിടെ എത്തുകയാണ്. അല്ലാഹുവിൻ്റെ തീരുമാനം എത്തുന്നു. ഫജഅൽനാഹാ ഹസ്വീദാ, അല്ലാഹു അതിനെ മരുപ്പറമ്പാക്കി മാറ്റിക്കളയും. കഅല്ലം തഗ്ന ബില്ലംസ്, ഇന്നലെ വരെ അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന വിധം, ഒരഡ്രസ്സുമില്ലാത്ത വിധം അള്ളാഹു അതിനെ തകർത്തു കളഞ്ഞു. അങ്ങനെയൊക്കെ അള്ളാഹു ചെയ്യുന്നില്ലയോ? മാലിക്കുൽ മുൽക്കിൻ്റെ അധികാരമാണത്. മാലിക്കുൽ മുൽക്ക് ഇമാമുന ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അസ്മാഉകൾക്ക് ശർഹ് ചെയ്തിട്ടുണ്ട്. മുഖ്തസറായ ഷർഹാൻ. ഇമാം ഗസാലി തങ്ങളതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഹുവല്ലദീ തൻഫദു മശീഅതുഹു ഫീ മംലകതിഹി കൈഫ യശാഉ വകമാ യശാഉ. ആരാണ് മാലിക്കുൽ മുൽക്കായ അല്ലാഹു എന്നറിയുമോ? അല്ലദീ തൻഫദു മശീഅതുഹു ഫീ മംലകതിഹി, തൻ്റെ അധികാര കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ മുഴുവനും അവൻ്റെ ഉദ്ദേശമാണ് നടപ്പാകുന്നത്. കൈഫ യശാഉ വകമാ യശാ, എങ്ങനെ ഏതൊക്കെ രീതിയിൽ അല്ലാഹു ഇവിടെ ഇടപെടാൻ തീരുമാനിക്കുന്നുണ്ടോ ഉദ്ദേശിക്കുന്നുണ്ടോ അതെല്ലാം നടക്കുന്ന ഒരു ലോകമാണ് അല്ലാഹുവിൻ്റെ ലോകം. അവിടെയാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. പിന്നെ ഇവിടെ ഭയപ്പെടേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെയാണ്. മൻ ഖാഫല്ലാഹ് ഖാഫഹു കുല്ലു ഷൈ. അല്ലാഹുവിനെ ഒരാൾ ഭയപ്പെട്ടാൽ ആ മനുഷ്യനെ എല്ലാവരും ഭയപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ വാതിൽക്ക് പോയി നിൽക്കുക, എല്ലാ വാതിലുകളും അള്ളാഹു തുറന്നു തരും. അത് തുറന്നു കിട്ടാൻ വേണ്ടി ചെല്ലണ്ട. നിങ്ങളുടെ നൃത്തം ഖാലിസായ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നിയ്യത്ത് കൊണ്ട് അള്ളാഹുവിന് മുമ്പിലുള്ള സമർപ്പണമാണ്. അള്ളാഹുവിനോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ അതിന് അധികാരമുള്ളവനാണ്. ഞാൻ അവൻ്റെ അടിമയാണ്, ഞാൻ നിസ്കരിക്കണം. എക്സാമിൻ്റെ കാലത്ത് കുട്ടികൾ നിസ്കരിക്കും, ഖുർആൻ ഓതും, അത് കഴിഞ്ഞാൽ നിർത്തും. അങ്ങനെ ആവരുത്. ഏറ്റവും വലിയ ഉദാഹരണമാണ് വിസിറ്റ് വന്നാൽ ജോലി കിട്ടണവരെ ഭയങ്കര വിഭാഗത്താകാരം. ജോലി കിട്ടിയ വൈക്ക് കാണൂല. പിന്നെ എന്തോ ഒരു ഖിലാസായിരിക്കുന്ന ഓരോ ദിവസം 3 ലക്ഷം സ്വലാത്ത് ചൊല്ലുന്ന ഇരുന്ന് ചൊല്ലും ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലേ? അസുഖം മാറാൻ ഏതെങ്കിലും ഉസ്താദ്മാർ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഒരു ദിവസം 5 അൽബക്കർ ഓതണം പറഞ്ഞാൽ ഇരുന്ന് ഓതും, നേരം വെളുക്കോളം ഇരുന്ന് ഓതും. ഖിഫ് ബിബാബില്ലാ ലാ ലി അൽ, അള്ളാഹുവിൻ്റെ വാതിൽക്ക് പോയി നിൽക്കുകയാണ്. എന്തിനറിയോ? ലാ ലി അൻ തുഫ്തഹ ലക്കൽ അബ്വാബ്, ബാക്കി വാതിലുകൾ തുറക്കപ്പെടാനല്ല. അങ്ങനെ പോയി നിന്നാൽ തുഫ്തഹ ലക്കൽ അബ്വാബ്, അള്ളാഹു വാതിലുകൾ തുറന്നു തരും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ മുൽക്കും അധികാരവും അള്ളാഹുവിന് ഉടമസ്ഥപ്പെട്ടതാണ്. അവിടെ മറ്റാരെയും കൈകടത്താൻ അള്ളാഹു വിടുന്നില്ല. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, എന്നിട്ട് അല്ലാഹു പറയുന്നു അന മലിക്കുൽ മുലൂക്ക്, രാജാക്കന്മാരുടെ രാജാവ് ഞാനാണ്. ഇത് ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു ഡയറക്റ്റ് പറയുന്നൊരു ഡയറക്റ്റ് സ്പീച്ച് ആയിരിക്കും അത്. പക്ഷെ അതിൻ്റെ മഅന അള്ളാഹുവിൻ്റെതാണ്, അതിൻ്റെ കലിമത്ത് റസൂലുള്ളാഹി തങ്ങളുടേതാണ്. അങ്ങനെ വരും. നടന്ന പ്രധാനപ്പെട്ടത് ഇസ്രാ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും പരിശുദ്ധമായ ഹിജ്റ നടക്കുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹു വിജയത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് യാത്രക്ക് സമയം എടുത്തിട്ടില്ല. പക്ഷേ നിബിതങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും തമ്മിൽ സംഭാഷണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കാഴ്ചകൾ നോക്കിക്കാണുന്ന സമയം പുണ്യ നിബിതങ്ങളുടെ ബശരീയത്ത്, നിബിതങ്ങൾ മനുഷ്യരാണ്, നിബിതങ്ങൾക്ക് സമയം ബാധകമാണ്. അവിടെ പുണ്യ നിബിതങ്ങൾ സംസാരിച്ച വിഷയങ്ങൾക്കുള്ള സമയം എടുത്തിട്ടുള്ളൂ, യാത്രക്ക് സമയം എടുത്തിട്ടില്ല. യാത്ര അള്ളാഹു കൊണ്ടുപോയ റബ്ബാനിയായ ഇടപെടലാണ്. അള്ളാഹുവിനെ മനസ്സിലായാൽ പിന്നെ യാത്ര മനസ്സിലാക്കാൻ പറയാം. അള്ളാഹിനെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സുബ്ഹാന മനസ്സിലായാൽ അതിനപ്പുറം പറയുന്ന വിഷയം ഈ സുബ്ഹാന എന്ന പരിശുദ്ധമായ വിശേഷണം സാധ്യമായ അള്ളാഹുവിന്റെ ഇടപെടലാണ്. എന്താ അവിടെ പറയാൻ? ഒന്നും പറയാനില്ല. അള്ളാഹ്ക്ക് അത് സാധിക്കുന്ന വല്ല സംശയമുണ്ടോ? ഇല്ല.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിലെത്തിയപ്പോൾ ആദ്യമായി ഹബീബിന് കുടിക്കാൻ കൊടുക്കുന്ന 2 കപ്പ് വെള്ളം ഒന്നിൽ മദ്യമാണ്, ഒന്നിൽ പാലാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങളുടെ കൈകളിൽ കൊടുത്തപ്പോൾ ഫഖ്താറൽ ലബൻ, നബി തങ്ങൾ പാൽ തിരഞ്ഞെടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ഹുദീതൽ ഫിത്ര, നബിയെ പരിശുദ്ധമായ മനുഷ്യന്റെ പ്രകൃതമാണ് നബിയെ അങ്ങ് തിരഞ്ഞെടുത്തത്. കാരണം പാല് അള്ളാഹു സംവിധാനിച്ചത് അങ്ങനെ തന്നെയാണ്. മൃഗത്തിൽ നിന്ന് കിട്ടുന്നു, നേരെ കുടിക്കുന്നു. കള്ള് അത് മുന്തിരി എന്ന റബ്ബുണ്ടാക്കിയ പഴത്തിൽ നിന്ന് മനുഷ്യൻ ഇടപെട്ട് അതിനെ കേടുവരുത്തി മദ്യമാക്കിയതാണ്, മനുഷ്യന്റെ ബുദ്ധിയെ തകരാറിലാക്കാൻ. അതുകൊണ്ട് അത് ഫിത്രത്തിന്റെ പ്രകൃതിക്ക് വിരുദ്ധമാണ്. മറ്റേത് പ്രകൃതിപരമായ ഭക്ഷണമാണ്. നബിയെ അങ്ങ് തെരഞ്ഞെടുത്തത് നല്ല ഭക്ഷണമാണ്. നോക്കണം, അന്ന് മദ്യം ഹറാമായിട്ടില്ല, പക്ഷെ മദ്യം കാണിച്ചു കൊടുത്തത് ഹറാമാകാൻ പോവുകയാ. മദീന കാലഘട്ടത്തിന്റെ ശേഷമാണ് മദ്യം ഹറാമാകുന്നത്. ആദ്യം ഇറങ്ങുന്ന മദ്യവും ലഹരിയും നിഷിദ്ധമാണ് എന്ന് ഖുർആൻ പറയാൻ തുടക്കം കുറിച്ച ആയത്ത് ശ്രദ്ധിച്ചു നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ സമറാത്തിൻ നഖീലി വൽ അനാബ് ومن ثمرات النخيل والعناب تتخذون منه سكرا ورزقا حسنا. മുന്തിരിയിൽ നിന്നും ഈത്തപ്പഴത്തിൽ നിന്നും മത്ത് പിടിപ്പിക്കുന്നതും നല്ല ഭക്ഷണവും നിങ്ങൾ ഉണ്ടാക്കുന്നുവല്ലോ. മത്ത് പിടിപ്പിക്കുന്ന സഖറൻ, അറബ് ഭാഷ അത് നെക്കിറയാണ്. റിസ്ഖൻ എന്ന് പറഞ്ഞത് നെക്കിറയാണ്. നെക്കിറയെ വസ്ഫ് ചെയ്തു. എങ്ങനെ? റിസ്ഖൻ, ആ റിസ്ഖിനെ അല്ലാഹു വിശേഷിപ്പിച്ചു റിസ്ഖൻ ഹസന, നല്ല ഭക്ഷണം. പക്ഷെ സഖർ, മദ്യത്തിൽ നിന്ന് വരുന്ന മത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നല്ല മത്ത് എന്ന് പറഞ്ഞില്ല. അവിടെ തന്നെ സ്വഹാബത്തിന് പിടികിട്ടി ഇതിലെന്തോ നന്മയില്ലായ്മയുണ്ട്. നിങ്ങളുടെ മദ്യം നിങ്ങൾക്ക് ദോഷമാണ് എന്ന് അള്ളാഹു പറയാൻ പോകുന്നതിന്റെ ആരംഭമാണിത്. ഈ ആയത്തിന്റെ ആശയം മൻസൂഖാണ്. കാരണം മദ്യനിരോധനം വന്നിട്ടുണ്ട്. പിന്നീട് 4 സ്റ്റെപ്പിലൂടെയാണ് മദ്യം നിരോധിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പ് നിസ്കരിക്കാൻ പോകുമ്പോൾ കുടിക്കരുത് എന്നാ പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും ഒരുത്തം വെറുതെ ഖുർആന്റെ പരിഭാഷയൊക്കെ ഒന്ന് വായിച്ചാൽ ഇസ്ലാം മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടങ്ങാണ് ഈ ആയത്ത് നോക്കി അതിന്റെ വ്യാഖ്യാനം നോക്കാതിരുന്നാൽ എന്താണ് ഈ മൂല്യന്മാർ ഇങ്ങനെ പേടിപ്പിച്ചാൽ ചെയ്യുക? നിസ്കരിക്കാൻ പോകുമ്പോൾ കുടിക്കരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നിപ്പോകും. അതിന്റെ ഇപ്പുറത്ത് വേറെ ആയത്ത് വരുന്നുണ്ട്, ഒരിക്കലും തുടരുത്. ആ ആയത്ത് വരുന്നതിന്റെ മുമ്പ് വന്ന ആയത്താണ് ഇത്. മൻസൂഖാൻ, ഇത് ക്യാൻസൽഡ് ആണ് ഇതിന്റെ ആശയം. പിന്നെ അവസാനം പറഞ്ഞ അള്ളാഹുവിന്റെ നിയമമാണ് ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വിജയം വേണമോ മദ്യവും ശകുനം നോക്കലും ബഹുദൈവ ആരാധനയും നിങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ. ചൂതാട്ടവും ഗാംബ്ലിംഗ് ഇത് ഉപേക്ഷിച്ച് വിജയിക്കണോ? തൊടാൻ പാടില്ല എന്ന് പറയും. അത് ലാസ്റ്റ് വന്ന ആയത്താണ്. അതിന് മുമ്പ് ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ, നിസ്കരിക്കാൻ പോകുമ്പോൾ കുടിക്കരുതേ എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബികൾ കുറെ ആൾക്കാർ അതേ നിർത്തി. ചിലർ നിസ്കരിക്കാൻ പോകുമ്പോൾ കുടിക്കില്ല, നിസ്കാരം കഴിഞ്ഞ് ഇശ കഴിഞ്ഞിട്ട് കുടിച്ചിട്ടാണ് കിടക്കുന്നത്. മൂത്രച്ചൂടാന്ന് പറഞ്ഞ് കുടിക്കണ മഹാന്മാരുണ്ട് നമ്മളെ നാട്ടില്. ഹറാമാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ ഒരു മരുന്നുള്ള വെച്ചിട്ടില്ല. അള്ളാഹ് ഹറാമാക്കിയതിൽ ഒരു മരുന്നില്ല. വെറുതെ പറയാം, കുടിയന്മാരെന്തെങ്കിലും പറഞ്ഞു കുടിക്കൂലേ, അതിന് പറയണത് മൂത്രച്ചൂടിന് കുടിക്കാന്ന്. പച്ച ഹറാമ് ചെയ്യുക, അത് ന്യായീകരിക്കും ചെയ്യുക. അള്ളാഹ് ഹറാമാക്കിയതിൽ ഒരു മരുന്നും അള്ളാഹ് വെച്ചിട്ടില്ല. മനുഷ്യന്മാരുണ്ടാക്കി പറഞ്ഞ എന്ത് ചെയ്യും? അള്ളാഹു മദ്യനിരോധനം നടത്തുന്നതിന്റെ മുമ്പ് നൽകുന്ന സൂചനയാണ് ഇസ്രാ മിഅ്റാജിൽ ഹബീബായ നബി തങ്ങൾക്ക് പാലും ലഹരിയുള്ള മദ്യവും കൊടുത്തപ്പോ തങ്ങൾ മദ്യം തൊടാതെ പാലാണ് കുടിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പുണ്യ നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്തറതൽ ഫിത്റ, നബിയെ പ്രകൃതി ശുദ്ധമായ അള്ളാഹു ശുദ്ധമാക്കി വെച്ച മനുഷ്യന്റെ പ്രകൃതിയോട് യോജിച്ചതാണ് നബിയെ അങ്ങ് കുടിച്ചത്. അത് ഭക്ഷണമാണ്. മുന്തിരി അത് ഹലാലാണ്, മുന്തിരി ജ്യൂസ് ഹലാലാണ്. പക്ഷെ അത് കുഴിച്ചിട്ടിട്ട് മദ്യമാക്കി മാറ്റുന്നത്, കുഴിച്ചിടാതെ ഫാക്ടറിന്ന് പല സാധനങ്ങളും ചേർത്തിട്ട് ലഹരിയാക്കുന്നത്, ഇത് മനുഷ്യന്റെ കൈകടത്തലാണ്. അത് വരുന്നിടത്ത് പ്രശ്നമുണ്ട്. അള്ളാഹു നേരിട്ട് തരുന്ന റിസ്ക്കിൽ ഒരു കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്. പുണ്യ നബി തങ്ങൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ മെസ്സേജ് ഉമ്മത്തിന് നൽകുന്ന മെസ്സേജാണ്. ഇസ്രാ മിഅ്റാജ് മനസ്സിലാകുമ്പോ ലഹരിയോട് മനുഷ്യൻ നോ പറയേണ്ടത് അനിവാര്യമല്ലേ? നമ്മുടെ സ്കൂളുകളും ക്യാമ്പസുകളിലും ലഹരി അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോഴതിനെതിരെ ജാഗരൂകരാവേണ്ടവരാണ് നമ്മൾ. നമ്മുടെ മക്കള്, അടുത്തൊരു തലമുറ നശിക്കാൻ. മയക്കുമരുന്ന് അടിമപ്പെട്ട ഒരു സമൂഹം 10 കൊല്ലം കഴിഞ്ഞ ഭൂമിന്റെ മുകളിൽ കാണൂല, കാലായിട്ടുണ്ടാവും. അതിനപ്പുറം പോകാൻ തടിക്ക് കഴിയില്ല ലഹരിക്ക് അടിമപ്പെട്ട. അതുകൊണ്ട് 10 കൊല്ലത്തെ ആയുസുള്ളൂ എന്ന് എഴുതി വെച്ചോട്ടെ. ഡോക്ടർമാർ പറയും അത്രേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ലിവറും കിഡ്നിയും ഒക്കെ പോയിട്ടുണ്ടാവും.
മിനിമം മരിക്കണല്ലോ എന്ന് പേടിച്ചിട്ടെങ്കിലും നിർത്തിക്കോട്ടെ. കാരണം ഇത് മെഡിക്കൽ സയൻസ് പറയുന്ന വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹും തുടരുത് എന്നാ പറയുന്നത്. ഫജ്തനിബു. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ഒരു സംഘം ആളുകളെ കാണുന്നത്. അവർ വിത്തുകൾ വിതറുന്നുണ്ട്, ഉടനെ കൊയ്തെടുക്കുന്നുണ്ട്, വീണ്ടും വിതറുന്നു, കൊയ്തെടുക്കുന്നു. ആരാണ് ഈ കൃഷി ചെയ്യുന്നത്? ഉലൈക ശുഹദാ. നബിയേ, ഇത് അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ശുഹദാഇന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് നബിയേ. അവിടുന്ന് കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ചില ആളുകളെ നബി തങ്ങൾ കണ്ടു, ചോരപ്പുഴയിൽ അവർ നീന്തുകയാണ്. സ്വഹീഹ് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസുകളാണ് സുനനുകളിൽ വന്നത്. ഇമാം അബൂ ദാവൂദ് എന്നവരും നസായി തങ്ങളുടെ ഒക്കെ സുനനുകളിൽ, തിർമിദി ഇമാമിന്റെ റിവായത്തുകളിലൊക്കെ വന്നത്. ചോരപ്പുഴയിൽ ചില ആളുകൾ നീന്തുന്നുണ്ട്. ഹബീബിന് അല്ലാഹു കാണിച്ചു കൊടുക്കുന്ന കാഴ്ചകൾ നോക്കണം. പുണ്യ നബി തങ്ങൾ അഫതുമാറൂനഹു അലാ മാ യറാ, എന്റെ റസൂൽ കാണുന്നു, എന്റെ റസൂൽ കണ്ടു എന്ന് പറയുന്നതിന് നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യൂഹാ. അല്ലാഹു നൽകുന്ന വഹിയല്ലാതെ എന്റെ റസൂൽ സംസാരിക്കാറില്ലല്ലോ. അങ്ങനത്തെ റസൂലിനോട് എന്തിനാ നിങ്ങൾ തർക്കിക്കാൻ പോകുന്നത്? എന്റെ റസൂൽ പറയുന്നത് സത്യമാണ് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ് സൂറത്തുൻ നജ്മിൽ. ഫതുമാറൂനഹു അലാ മാ യറാ. Do you argue with him for what he can see? നബി തങ്ങൾ കണ്ട വിഷയങ്ങളാ, തങ്ങൾ കാണാൻ പറ്റുന്ന വിഷയങ്ങളാ. അത് നിങ്ങൾ എന്തിനാ നബിയോട് തർക്കിക്കാൻ പോകുന്നത്? ചോരപ്പുഴയിൽ നീന്തുന്ന ചില ആളുകൾ കരയിലേക്ക് തളർന്ന് നീന്തി കര പിടിക്കാൻ വരുമ്പോൾ കരയിൽ നിൽക്കുന്ന ചില ആളുകൾ ഉരുളൻ കല്ലുകൊണ്ട് അവരുടെ വായിലേക്ക് എറിയുകയാണ്. ചുണ്ടും പല്ലും പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന വീണ്ടും നടുക്കടലിലേക്ക്, വീണ്ടും തിരിച്ചിങ്ങോട്ട് നീന്തുന്നു. അങ്ങനെ പലവട്ടം ഇങ്ങനെ നീന്തി കരയോടെടുക്കാൻ വരികയും തിരിച്ചു പോവുകയും ചെയ്യുന്ന ഇവർ ആരാണ് നബിയെ, ആരാണ് ജിബ്രീലെ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോൾ നബിയെ ഹുമുൽ മുറാബൂൻ, പലിശ കൊടുക്കുന്നവരും പലിശ തിന്നുന്നവരുമാണ് നബിയെ. മുസ്ലിം ഉമ്മത്തിന് വന്ന വലിയൊരു പരീക്ഷണമാണ് ഇന്നത്തെ കാലഘട്ടം. പലിശ വിഷയമല്ലാതായി മാറിയത് അല്ലേ? ഒരു മുക്കുവണ്ടെങ്കിലും ബാങ്കിലില്ലാത്തവരാരാണ്? ഏത് വീട്, എത്ര വീടാ നമ്മുടെ നാട്ടിലുണ്ടാകും? ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഭയങ്കര വർക്കത്തുനിന്നൊരു തോന്നലുള്ള പോലെ. ഒന്ന് അഥവാ അതൊക്കെ എടുത്താൽ പിറ്റേന്ന് തന്നെ കൊണ്ടേക്കും. 4-5 പവൻ വേറെ വെറുതെ കിട്ടുന്ന വിചാരം. ബാങ്കുകാർ പലിശക്കാണ് ഇടപാട് ചെയ്യുന്നത്. ഇനി ഒരുത്തം പറയും എനിക്ക് കൊടുക്കാൻ പ്രയാസമൊന്നുമില്ല, ഞാൻ തൃപ്തിയോടുകൂടെ കൊടുക്കുക, എനിക്ക് സമ്മതം എന്നാ പറഞ്ഞ ഹലാലാവോ? ഹലാലാവൂല. അപ്പോഴത് ഹറാം തന്നെയാണ്. അത് പലിശയാണ്. കുടുങ്ങിപ്പോയി, ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയി, നിവൃത്തിയില്ല. അള്ളാഹിന്റെ മുമ്പിൽ പറയാൻ പറ്റിയൊരു കാരണമുണ്ടോ എന്നൊക്കെ അപ്പ ജായിസായിരിക്കാം. അല്ലാതെ തക്കാരത്തിനും കുട്ടികളെ കെട്ടിക്കാനും കാറ് വാങ്ങാനും കുട്ടിനെ പഠിപ്പിക്കാനും ഒക്കെ പോയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങിയെടുത്താൽ എങ്ങനെ വർക്കത്തുണ്ടാവുക? എന്നിട്ട് നമ്മൾ പറയാം അള്ളാഹ് ഉത്തരം തരുന്നില്ല, അള്ളാഹ് നമ്മളെ കൈവിടിഞ്ഞു. ഉറപ്പല്ലേ? അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ് പലിശ. അത് നിങ്ങൾ ചെയ്യരുത് എന്നാണ്. നമുക്ക് ഒരു വിഷയം നമ്മളെന്താ, എവിടെയാ പലിശ കുറവ് എന്ന് നോക്കുക. പലിശ ഇല്ലാത്തതെന്നല്ല, പലിശ ഇവിടെ കുറവ്. മഹല്ലുകളുടെ ഭാരവാഹികളോട് സൂചിപ്പിക്കുക, പലിശരഹിത വായ്പാ പദ്ധതികൾ നമ്മുടെ മഹല്ലിലൊക്കെ പൈസക്കാരുണ്ടെങ്കിൽ കൂട്ടമായൊരു സഹകരണത്തോടുകൂടെ പാവപ്പെട്ടവർക്ക് ഒരു ജാമ്യം ആരെങ്കിലും നിർത്തിക്കൊണ്ടെങ്കിലും വായ്പ അനുവദിക്കുക, പലിശ ഇല്ലാതെ. ഇത് മനുഷ്യൻ അങ്ങോട്ടും കൂടെ സഹായിക്കേണ്ട വിഷയമാണ്. ഒരു മനുഷ്യൻ പ്രയാസപ്പെടുമ്പോൾ അയാളോട് പലിശ വാങ്ങി ചൂഷണം ചെയ്യരുത്. ആ മനുഷ്യനെ നിങ്ങൾ സഹായിക്കണം. സഹായം കൊടുക്കുന്ന സംഖ്യ എത്ര ദിവസം കഴിഞ്ഞാണോ അവർ തിരിച്ചു തരുന്നത്, അത്രയും ദിവസം അത്രയും വലിയ സംഖ്യ നിങ്ങൾക്ക് ദാനം ചെയ്ത് കൂലി വരെ അള്ളാഹു തരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ചൂഷണം ചെയ്യാം, ഒരാൾക്ക് പൈസക്ക് ആവശ്യമുണ്ട്, അവനങ്ങോട്ട് കുഴക്കിക്കളയാണ്. 10,000 എടുത്താൽ അവൻ തിരിച്ചടക്കുന്നത് 1,00,000 മേലെയാണ് അല്ലേ? അവനോട് അടക്കാൻ പറ്റൂല. അവർക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ് നബിയെ. തൊട്ടതിനും പിടിച്ചതിനും കൊണ്ടുപോയി പണയപ്പെടുത്തിയിട്ട് നമ്മുടെ ആധാരങ്ങളും വീടുകളും ഭവനങ്ങളും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളും എല്ലാം പണയത്തിൽ എന്നിട്ട് കൂളായിട്ട് നടക്കും ചെയ്യാം. ഒന്നും ചെയ്യാത്ത അതൊക്കെ എല്ലാവരും ചെയ്യണില്ലേ? ഇനിയിപ്പോ എന്താ? അള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞാൽ മതി. നബിയെ ഇൻചൊലിക്ക് നമുക്ക് മുന്നോട്ട് പോകാം, നബിയെ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോകുന്നത് നല്ല മനുഷ്യർ, ആരോഗ്യമുള്ള മനുഷ്യർ, കൂർത്ത ഒരു കല്ലിൽ കൊണ്ടുവന്ന തലകൾ കുത്തിപ്പൊളിക്കുന്നുണ്ടവരെ. എന്നിട്ട് ചതഞ്ഞരഞ്ഞ് തലയുമായി അവരെ പിറകോട്ട് വീഴുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് തല പൂർണ്ണ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നു, വീണ്ടും കുത്തിപ്പൊളിക്കുന്നു. എന്താണ് ജിബ്രീലേ ഇത് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കൊടുക്കുന്ന മറുപടി, നബിയേ 5 നേരം നിസ്കരിക്കണമെന്ന് അല്ലാഹു പറഞ്ഞിട്ട്
ആ നിസ്കാരം മലംഭാവം കൊണ്ട് മടി കൊണ്ട് ചെയ്യാതിരുന്ന, മടി കാണിച്ച തലക്കനം ബാധിച്ചിരുന്ന ആളുകളെ അള്ളാഹു ശിക്ഷിക്കുന്ന രീതിയാണിത് എന്ന് അള്ളാഹുവിന്റെ ഹബീബിന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. ഈ കാഴ്ചകൾ നമ്മളെ പേടിപ്പിക്കേണ്ട വിഷയമാണ്. ഖുർആൻ പറയാ, ഇതെന്റെ ഹബീബ് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? എന്റെ ഹബീബ് കണ്ടത് സത്യമാണ്. മാ സാഗൽ ബസറു വമാ ത്വഗാ. എന്റെ ഹബീബ് കണ്ടത് സത്യം തന്നെയാണ്. അവിടുത്തെ കണ്ണുകൾക്ക് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. വേറെ ചില ആളുകളെ കണ്ടു, അവരെ നാവുകൾ കുളത്തുകൊണ്ട് പിടിച്ച് പറിച്ച് കീറുകയാണ്, നാവുകൾ മുറിഞ്ഞ് ചോര ഒലിക്കുന്നുണ്ട്. ആരാണിത് എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, നബിയേ, ഖുതബാഉൽ ഫിത്ന, ഈ സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കാൻ വേണ്ടി ആളുകൾക്കിടയിൽ പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. ആളുകൾക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന പ്രസംഗം നടത്തുന്നവരാണ് ഖുതബാഉൽ ഫിത്ന. ആളുകൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കിയ ഒരു കാര്യം രമ്യതയിലും സൗഹാർദ്ദത്തിലും പോകുമ്പോ ആരെങ്കിലും അതിന് ഇടങ്കോല് വെക്കുക, ആ വിഷയത്തെ അങ്ങ് നശിപ്പിക്കുക, ഒരു നല്ല കാര്യത്തിന് മുടക്ക് ചെയ്യുക. ഇത്തരം ആളുകളുടെ നാവിന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ് നബിയേ ഈ കാണുന്ന ശിക്ഷയെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. പോക നബിയെ, പോകാം, മുന്നോട്ട് പോകാം. ഒരുപാട് ആളുകൾ ഒരു ആഴമേറിയ വിശാലമായ വലിയ പാത്രമെന്ന് തോന്നുന്ന ഒരു സാധനത്തിന്റെ ഉള്ളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അതിന്റെ അടിഭാഗത്ത് തീ വെക്കുമ്പോൾ നഗ്നരായ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ആ കലത്തിന്റെ ബോട്ടിൽ നെക്കിലേക്ക് അവർ പുറത്തു കടക്കാൻ വേണ്ടി എല്ലാവരും മേലോട്ട് തപ്പിപ്പിടിച്ച് കയറുമ്പോ അവരാർക്കും കയറാൻ കഴിയാതെ അവർ വെന്തുരുകയാണ്. വീണ്ടും അല്ലാഹു പൂർണ്ണരൂപത്തിലേക്ക് അവരെ മാറ്റുന്നു. വീണ്ടും ആ കലത്തിന്റെ താഴേക്ക് വീഴുന്നു. അടിയിന്ന് ചൂടാക്കുമ്പോ തീയങ്ങ് വരുമ്പോൾ ഇവരൊക്കെ ആർത്ത് നിലവിളിച്ച് മേലോട്ട് കയറാൻ നോക്കുന്നു. അവർ നഗ്നരാണ്. പുണ്യനബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം, നബിയേ, ഇവര് വ്യഭിചാരം ചെയ്തവരായിരുന്നു, അതിഷ്ടപ്പെട്ടവരായിരുന്നു. അല്ലാഹു അവരെ നശിപ്പിക്കുന്ന ശിക്ഷിക്കുന്ന രീതിയാണിതെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ഈ യാത്രകളെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് ഹബീബിനെ കൊണ്ടുപോയത്. ഇതൊക്കെ കാണിച്ചു കൊടുക്കാനാ കൊണ്ടുപോയത്. ഈ യാത്ര വല്ലാത്തൊരു യാത്രയാണ്. ഹബീബിന്റെ മനസ്സിന് സമാധാനം നൽകുന്ന യാത്രയാണ്. എന്നാൽ ഉമ്മത്തിന് കാര്യങ്ങളെ പഠിപ്പിക്കാൻ അല്ലാഹു സജ്ജമാക്കിയ യാത്രയാണിത്. പുണ്യ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും യാത്ര പോയി കാണുന്നത് ഇരുമ്പിന്റെ കുളത്തുകളുണ്ട്. ആ കുളത്തുകൾ ചില ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ കവിളിൽ കൊളത്തി വലിച്ച് ഇങ്ങ് ചെവിയോളം കഴുത്തിനോളം അവർ കീറി മുറിക്കുന്നുണ്ട്. രണ്ട് ഭാഗങ്ങളും വികൃതമാകുന്നു, ചോര ഒലിക്കുന്നു. അവര് തന്നെ നിലവിളിച്ച് കരയുന്നുണ്ട്. അവര് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ജിബ്രീലേ, മാ ഹാദാ വമൻ ഹൗലാ, എന്താണ് ഈ നടക്കുന്നത്? എന്താണ് ഇവർ? ആരാണിവർ എന്ന് ചോദിക്കുമ്പോൾ നബിയേ, ഹുമുൽ ഉഷാതു മിൻ ഉമ്മതിക്, അങ്ങയുടെ ഉമ്മച്ചികളായി വരുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളിൽ അയൽപക്കങ്ങളിൽ നടന്നിട്ട്, കുടുംബങ്ങളിൽ നടന്ന്, നാട്ടിൽ നടന്ന് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു കൊടുത്ത് അത് ആസ്വദിക്കുന്നവരായിരുന്നു നബിയെ. ഓരോരുത്തരെയും കുറിച്ച് കുറ്റം പറയുന്നത് അതൊരു ഇഷ്ടമായി കൊണ്ട് നടന്നവർ. അവരുടെ നാവ് കൊണ്ടും അവരുടെ ചുണ്ടുകൊണ്ടും അവർ വരുത്തിവെച്ച വിനകളുടെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ആ ശിക്ഷയുടെ ഒരു ചെറിയ രൂപമാണ് നബിയെ നിങ്ങളെ കാണുന്നത്. അവരിങ്ങനെ പറഞ്ഞു പരത്തി കുടുംബങ്ങളിൽ നാശങ്ങളും വിഘടനങ്ങളും ശത്രുതയും ഉണ്ടാക്കിയതിന് അള്ളാഹു നൽകുന്ന ശിക്ഷ ഇതാണെന്ന് അഷ്റഫുൽ ഖൽഖിന് അല്ലാഹു കാണിച്ചു കൊടുത്ത യാത്രയാണ് അൽ ഇസ്റാ വൽ മിഅ്റാജിന്റെ യാത്ര. കഴിഞ്ഞ രാവിലെ നമ്മളത് കഴിഞ്ഞു പോയത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു, ആ വിശുദ്ധമായ പള്ളിയുടെ ചുറ്റും അല്ലാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നബിയുല്ലാഹി ദാവൂദ് നബി അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്നത്. നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട് ദാവൂദ് നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അവിടെ ഉണ്ട്, പക്ഷേ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. മസ്ജിദുൽ അഖ്സന്റെ കോമ്പൗണ്ടിലാണ്. അവിടെയാണ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഉള്ളത്. മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുമ്പോ അതിന്റെ റൂട്ട് നോക്കണം. മക്കയിൽ നിന്ന് നേരെ നോർത്ത് വെസ്റ്റ് ആണ്, വടക്ക് പടിഞ്ഞാറാണ് മദീന. മദീനന്റെ നേരെ മേലെയാണ് വടക്ക് പടിഞ്ഞാറാണ് മസ്ജിദുൽ അഖ്സ. നേർ ലൈനിലാണ്. അതുകൊണ്ടാണ് മദീനയിൽ ഒരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഖിബ്ലത്തൈൻ. കണ്ടിട്ടില്ലേ? ഉംറക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ മദീന സിയാറത്ത് ചെയ്യുമ്പോൾ ആ പള്ളി കാണിച്ചു തരും. രണ്ട് ഖിബ്ലയിലേക്ക് നിസ്കരിച്ച പള്ളിയാണ്. ഒരു ഖിബ്ല ഇങ്ങനെയാണെങ്കിൽ ബാക്കിൽ ഒരു മെഹ്റാബിന്റെ ചിത്രം ഉണ്ടാവും. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? മസ്ജിദുൽ അഖ്സ നോർത്തിൽ വടക്കായിരുന്നു, മക്ക തെക്കാണ്. വടക്കിലേക്ക് റുക്കൂ ചെയ്ത മുഴുവൻ ആളുകളും നിബിധങ്ങളും ഒരുമിച്ച് റുക്കൂയിൽ അങ്ങോട്ട് തിരിഞ്ഞു നേരെ ഓപ്പോസിറ്റിലേക്ക്. ഇമാമ ബാക്കിലും മുഅ്മിനീങ്ങൾ മുമ്പിലും ആയപ്പോൾ കുഴപ്പമില്ല. വഹി നടന്ന ഒരു നിസ്കാരമാണ്. നേരെ ഓപ്പോസിറ്റ്.
ആ ഒരു നേർരേഖയിൽ വരുന്ന 3 പള്ളികളാണിത്. മസ്ജിദുൽ അഖ്സ, അൽ അഖ്സ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദൂരെയുള്ളത്. അപ്പൊ ഇടക്ക് ദൂരെയുള്ള സംഭവം ഉണ്ടാവും, ഇടക്ക് ദൂരെയുള്ള സ്ഥലം ഉണ്ടാവും. ആ സ്ഥലം അന്ന് അവിടെ പള്ളി വന്നിട്ടില്ല. ആ ഇടക്ക് വന്ന ഖസ്വിയായ പള്ളിയാണ് അൽ മസ്ജിദുൻ നബവി. അൽ അഖ്സ ഏറ്റവും ദൂരെ എന്നല്ലേ, അപ്പൊ കുറച്ച് ദൂരം പള്ളിന്റെ ഇടക്ക് വരാനുണ്ട് എന്ന സൂചന അൽ അഖ്സ എന്ന വാക്കിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അന്ന് മദീനത്തെ പള്ളി ഉണ്ടായിട്ടില്ല, മദീനത്തെ പള്ളി ഉണ്ടാകുന്നതിന് ശേഷമാണ്. ആ വിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് മഹാന്മാർ കിടക്കുന്നുണ്ട്. അവിടെയാണ് യൂനുസ് അലൈഹിസ്സലാം, അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടെയാണ് സാറ ബീവി ഉള്ളത്, ഇബ്രാഹിം നബിയുടെ ഭാര്യ, ഇസ്ഹാഖ് നബിയുടെ ഉമ്മ. അവിടെയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം ഉള്ളത്. അവിടെയാണ് ഇസ്ഹാഖ് നബിയും ഭാര്യ റിഫ്ഖ ബീവിയും ഉള്ളത്. അവിടെയാണ് യൂസുഫ് അലൈഹിസ്സലാം ഉള്ളത്. അതൊക്കെ നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും അവിടെ ചെന്നാൽ. മസ്ജിദുൽ അഖ്സന്റെ ചുറ്റുമാണ്. ഇങ്ങനെ ബറക്കത്തുള്ള വല്ലാത്തൊരു നാട്, അർളുൽ മഹ്ശരി വൽ മൻശർ. നാളെ അല്ലാഹു ഖിയാമത്ത് നാൾ സംവിധാനിക്കുമ്പോൾ വിചാരണ ചെയ്യുന്ന മൈതാനം മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ജെറൂസലേമും അതിന്റെ പരിസരങ്ങളുമായിരിക്കുമെന്ന് പരിശുദ്ധ ഹദീസിലുണ്ട്. ഭൂമി അല്ലാഹു നിരപ്പാക്കും. മഹ്ശറ എന്ന ആ സ്ഥലം വരുന്നത് ഇന്നത്തെ ഫലസ്തീൻ നിൽക്കുന്ന പ്രദേശമാണ്. മഹ്ശർ ഉണ്ടാകുന്നത് അവിടെയായിരിക്കും. ഇന്നത്തെ ജോർഡാൻ, ലെബനോൻ, സിറിയ, ഫലസ്തീൻ ഈ ഏരിയക്കാണെന്ന് ഷാം എന്ന് പറയാം. പ്രധാനപ്പെട്ട ഫലസ്തീൻ തന്നെയാണ് അതിൽ. അവിടെയാണ് മഹ്ശറ സംവിധാനിക്കപ്പെടുന്നത്. അവിടെയാണ് ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്തിന്റെ മുമ്പായി വരുന്നത്. ഈ ഷാമിലാണ്. യൻസിലു അലൽ മനാറത്തിൽ ബൈളാ, വെളുത്ത ഒരു മുനാരത്തിലൂടെ സുബഹി നേരം 2 മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ട് യഖ്തുറു മിൻ റഅസിഹി മിഥ്ലുൽ ജുമാൻ, മുത്തുപോലോത്ത വളരെ മനോഹരമായ വജ്രകണങ്ങളെ പോലോത്ത വെള്ളത്തുള്ളികൾ വീണുകൊണ്ടിരിക്കുന്ന പോലെ ഈസാ നബി അലൈഹിസ്സലാം കുളിച്ചിറങ്ങുന്ന പോലെ അൽ മനാറത്തുൽ ബൈളാ ശർഖിയ ദിമഷ്ക്, ഡമസ്കസിന്റെ ഈസ്റ്റ് ഭാഗത്തുള്ള കിഴക്ക് ഭാഗത്തുള്ള പള്ളിയുടെ മുനാരത്തിലൂടെയാണ് വരിക. ഇത് പറയുമ്പോഴേ ഡമസ്കസ് എന്ന് പറഞ്ഞ നാട് തങ്ങൾ ഈ പറയുന്ന സമയത്തില്ല എന്നത് വലിയൊരു അത്ഭുതമാണ്. അതിനുശേഷം ഉണ്ടായ നാടാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തെ കൂഫയും ബസ്രയും ഉണ്ടാണ്. അതുവരെ ഈ ഇറാഖിൽ ആ 2 നാടില്ല, ആ 2 പ്രവിശ്യകളില്ല. എന്ന പോലെ ഡമസ്കസ് ഇല്ലായിരുന്നു. തങ്ങളുടെ പേരാ ഡമസ്കസ്. അവിടെ ഒരു നഗരം വരും. ഇന്ന് സിറിയന്റെ തലസ്ഥാനം. അവിടെ വലിയൊരു പള്ളിയുണ്ട്. ഇന്നുണ്ടാ പള്ളി അൽ മസ്ജിദുൽ അമവി. 1350 കൊല്ലായി, 1400 കൊല്ലത്തിനടുത്തെത്തി അൽ മസ്ജിദുൽ അമവി. ആ പള്ളിയുടെ മുനാരമാണ് ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള പള്ളി. ഇതും ഷാമിന്റെ ഉള്ളിൽ. അവിടെയാണ് മഹ്ശർ വരുന്ന ഈസാ നബി ഇറങ്ങി വരുന്ന പള്ളി. അതാണ് അവരിറങ്ങി വരുമ്പോ ആ പള്ളിയിൽ ഇമാം മഹ്ദി തങ്ങൾ നിസ്കരിക്കാൻ, സുബഹി നിസ്കരിക്കാൻ കാത്തിരിക്കുകയായിരിക്കുന്നു. ആ പള്ളിയെ ബാരിക്കേഡ് കെട്ടിയിട്ട് പൂട്ടിയിട്ടുണ്ടാകും. മുഅ്മിനീങ്ങൾ സുബഹി നിസ്കാരത്തിന് കാത്തിരിക്കുമ്പോ അതാ വരുന്ന റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഇമാം മഹ്ദി തങ്ങൾ പറയും, ഈസാ നബിയേ, ഇന്നത്തെ സുബഹി നിസ്കാരത്തിന് നിങ്ങൾ ഇമാം നിൽക്കണം. അപ്പൊ പറയും, ഇമാമുക്കും മിൻകും, നിങ്ങളിലെ ഇമാം ഉമ്മത്ത് റസൂലുള്ളാഹിയിലെ നിങ്ങൾ തന്നെയാണ്, ഞാൻ നിൽക്കൂല, ഞാൻ മഅ്മൂമായിക്കോളാം. അങ്ങനെ ഇമാം മഹ്ദി ഇമാമായി നിന്ന് 2 റക്അത്ത് സുബഹി നിസ്കരിച്ചിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാം മസീഹുദ് ദജ്ജാലിനെ പിടിക്കാനുള്ള യാത്രക്ക് ആരംഭിക്കുന്നത്. ഈസാ നബിയുടെ ദഅവത്ത് ആരംഭിക്കുന്നത് ഈ നാട്ടിലാണ്. അതുകൊണ്ട് ആ വിശുദ്ധ ഹദീസിൽ തങ്ങൾ പറഞ്ഞത് ഫസാദു ഷാം ഫസാദു ദുനിയ. അതുകൊണ്ട് ഷാമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതായത് ഫലസ്തീനിലും ജോർഡാനിലും ലെബനോനിലും സിറിയയിലും, ഈ 4 നാടുകൾ പ്രദേശത്തിന് ഷാം എന്ന് പറയാം. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോക പ്രശ്നത്തിന് കാരണമാകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഭയങ്കര അപകടമാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക. അതിന്റെ ചില സബബുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ട്, നമ്മുടെ ഈമാൻ വർദ്ധിക്കുക. ഇതൊക്കെ പുണ്യനബി നമ്മളോട് പറഞ്ഞു പോയ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് ബോധിക്കാൻ വേണ്ടി പറയാം. അർളുൽ മഹ്ശരി വൽ മൻശർ, ഇത് പുനരുദ്ധാരണ നാൾ അല്ലാഹു സംവിധാനിക്കുന്ന പ്രദേശമാണ്. ഹബീബായ നബി തങ്ങൾ അംബിയാ ഇനി 2 റക്അത്ത് ഇമാമായി നിൽക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 റക്അത്ത് നിസ്കരിക്കുന്നു. അപ്പോൾ സംശയം വരും, നിസ്കാരം നിർബന്ധമാകുന്നത് മിഅ്റാജ് പോയിട്ടല്ലേ? അപ്പോ അവിടെ പോണതിന് മുമ്പ് തന്നെ തങ്ങൾ നിസ്കരിച്ചല്ലോ. അപ്പൊ എവിടുന്നാ തങ്ങൾ നിസ്കാരം മനസ്സിലായത്? പുണ്യനബിക്ക് നിസ്കാരമുണ്ട് മക്കയിൽ. മക്കയിലായിരിക്കെ തന്നെ നബി തങ്ങൾ നിസ്കരിക്കുമായിരുന്നു. അലാ സ്വലാത്തി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നിസ്കാരമുണ്ട് നബി തങ്ങൾക്ക്. റക്അതാനി ഫിൽ വുദൂഇ വ റക്അതാനി ഫിൽ അസ്വീൽ. രാവിലെ 2 റക്അത്തും വൈകുന്നേരം 2 റക്അത്തും നബി തങ്ങൾ നിസ്കരിക്കാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് തഹജ്ജുദ് എന്ന് ഫർളായിരുന്നു, സ്വഹാബികൾക്ക് ഫർളല്ല. സ്വഹാബികൾ നബി തങ്ങൾ നിസ്കരിക്കുന്ന കണ്ട് നിസ്കരിച്ചവരുണ്ട്. പക്ഷെ തങ്ങൾക്ക് നിസ്കാരമുണ്ട് മക്ക കാലഘട്ടം.
മദീനയിലേക്ക് 13 കൊല്ലം കഴിഞ്ഞ ശേഷം നിസ്കാരവും ജുമുഅക്ക് വരുന്നത് മദീന കാലഘട്ടത്തിലാണ്. ഭയങ്കര അത്ഭുതമല്ലേ അത്? പുണ്യനബി ഏറ്റവും വലിയൊരു മഹാസമ്മേളനത്തിന്റെ സാക്ഷിയായി, അങ്ങനത്തെ ഒരു സമ്മേളനം ലോകത്ത് നടന്നിട്ടില്ല. 1,24,000 വരുന്ന പ്രവാചകന്മാർ, അവർക്ക് മുഴുവനും അല്ലാഹു റിസറക്ഷൻ നൽകി, പുനരുദ്ധാരണം നൽകി, ജീവനോടെ ശരീരത്തോടെ അഷ്റഫുൽ ഖൽഖിന് വേണ്ടി അല്ലാഹു ജെറൂസലേമിലെ പള്ളിയിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി. അവർ മുഴുവനും അവിടെ ഹബീബിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചു. ഈ അംബിയാഇന്റെ ഇമാമാണ്, അവരുടെ നേതാവാണ്, അവരുടെ സയ്യിദാണ്, ഖാതിമുർ റസൂലാണ്, അഷ്റഫുൽ ഖൽഖാണ് എന്ന് ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ചെയ്ത പണിയാണത്. ഉമർ റളിയല്ലാഹു അൻഹു തൗറാത്തിന്റെ 2 കഷ്ണം നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ, നബിയേ, ഇതിൽ തത്വജ്ഞാനങ്ങളുണ്ടല്ലോ, ഇതിൽ എന്തൊക്കെയോ ഹിക്മത്തുണ്ടല്ലോ, വേർഡ്സ് ഓഫ് വിസ്ഡം, തത്വജ്ഞാനങ്ങളുണ്ട് നബിയേ എന്ന് പറഞ്ഞ് ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ നബി തങ്ങളുടെ മുഖം ചമന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഹബീബ് ദേഷ്യപ്പെട്ടത്. അവിടെ നിന്ന് പറഞ്ഞു, ഉമറേ, ലൗ കാന മൂസാ ഹയ്യൻ, മൂസ നബി അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ, സാക്ഷാൽ മൂസ നബി പോലും എന്റെ ഖുർആനാണ് സ്വീകരിക്കുക, തൗറാത്തായിരിക്കില്ല. അങ്ങനത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ ഖുർആനും അതിന്റെ ഹദീസുകളും മനസ്സിലാവുന്നതിന്റെ മുമ്പ് തന്നെ നിങ്ങൾ എവിടെയാണ് സത്യം എവിടെയാണ് മിഥ്യയെന്നറിയാതെ, ഏതാണ് ചേർക്കപ്പെട്ടത് ഏതാണ് അടിസ്ഥാനപരമായ റബ്ബിന്റെ വചനങ്ങൾ എന്ന് മിക്സായി പോയ ഒരു ഗ്രന്ഥത്തെ എങ്ങനെയാണ് നിങ്ങൾ കയ്യിലെടുക്കുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ, മൂസാ നബി സാക്ഷാൽ തൗറാത്ത് കൊണ്ടുവന്ന നബി എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മൂസാ നബി ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ, എന്നെയായിരിക്കും മൂസ നബി പിൻപറ്റുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഥീബുൽ അഹ്മർ, മൂസ നബിയുടെ ഖബർ നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. ചാവുകടലിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ജെറുസലേമിൽ നിന്ന് എക്സിറ്റ് ആയാൽ പിന്നെ താഴേക്ക് പോവുക, ഭൂമിയുടെ സമുദ്രനിരപ്പിൽ നിന്ന് 300 മീറ്റർ താഴേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ഏറ്റവും താഴെ കിടക്കുന്ന സ്ഥലം, ചാവുകടൽ നിൽക്കുന്ന സ്ഥലം, അദ്നൽ അർള്, ഗുലിബത്തിർ റൂം, അലിഫ് ലാം മീം, ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർള് വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റോമക്കാർ, യൂറോപ്പുകാർ പരാജിതരായി എന്ന് പറയുന്ന ഭാഗം, പേർഷ്യക്കാരുമായി നടന്ന യുദ്ധത്തിൽ റോമക്കാർ പരാജയപ്പെട്ടു. എവിടെ? ഫീ അദ്നൽ അർള്, അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് എർത്ത്, ഭൂമിയിലെ ഏറ്റവും താഴെയുള്ള സ്ഥലം. ഇത് ഖുർആൻ പറയുമ്പോഴേ ശാസ്ത്രം പോലും കണ്ടെത്തിയിട്ടില്ല ചാവുകടൽ ഭൂമിയുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആണെന്ന്. അത് ഖുർആൻ പറഞ്ഞൊരു അത്ഭുതമാണ്. ഫീ അദ്നൽ അർള്, ഏറ്റവും താഴെ കിടക്കുന്ന സ്ഥലം. ദുനിയാവിൽ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന സ്ഥലം വേറല്ല. സമുദ്രം, കോഴിക്കോട് നമ്മളെ കടൽ പറയില്ലേ, സമുദ്രനിരപ്പ് എന്നല്ലേ കാണിക്കുക. ഈ സമുദ്രനിരപ്പിൽ നിന്ന് 300 ചില്ലറ മീറ്റർ താഴെയാണ് ചാവുകടൽ എന്ന കടൽ കിടക്കുന്നത്. ചാവുകടൽ, ഒരു ജീവി അതിൻ്റെ ഉള്ളിലില്ല. സമൂത് ഗോത്രക്കാരെ ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചത് അതിന്റെ വക്കത്താണ്, അതിന്റെ പരിസരത്താണ്. ആ സംഭവത്തെ ഖുർആൻ പറഞ്ഞ അത്ഭുതം നോക്കണം. ഫീ അദ്നൽ അർള്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ ആ ഒരു ചാവുകടലിലേക്ക് പോകുന്ന, ആ ചാവുകടലിൽ ചെന്ന് അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ ജോർഡാൻ, റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഈലാത്ത് വഴി ഈജിപ്തിന്റെ ബോർഡറിലേക്ക് പോകും. ആ പോകുന്ന വഴിയിൽ വലതുഭാഗത്ത് കാണാം ദരീഹുൻ നബി മൂസ അലൈഹിസ്സലാം. ദിസ് ഈസ് ദ മൗസ്ലിയം ഓഫ് പ്രൊഫറ്റ് മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബറാണ് ഇവിടെ. ഇവിടെ ചെന്നാൽ കാണാൻ പറ്റും മൂസ നബി അലൈഹിസ്സലാം. തങ്ങൾ യാത്ര പോകുമ്പോൾ പറഞ്ഞു, ഞാൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അലൽ കഥീബിൽ അഹ്മർ, ചമന്ന ഒരു കുന്നിന്റെ അരികത്തുകൂടെ ചെല്ലുമ്പോ റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി അലൈഹിസ്സലാം ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കണ്ടു അംബിയാ മുഴുവൻ ജീവിച്ചിരിക്കുന്നവരാണ്, മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരിക്കുന്നവരാണ്. ഇത് മുസ്ലിമിന്റെ വിശ്വാസവും അഖീദയുമാണ്. ഇതില് തർക്കിക്കാൻ വന്നാൽ പ്രശ്നമാണ്, ഈമാനെ ബാധിക്കുന്ന പ്രശ്നമാണ്. പുണ്യനബി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തങ്ങളോട് ശിക്കായത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മരിച്ചു പോയില്ലേ, തീർന്നില്ലേ എന്ന് പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം. അംബിയാ ജീവിച്ചിരിക്കുന്നവരാണ്, അഹ്യാ ആണ്, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഈ വർത്താനം കേട്ട ജീവിച്ചിരിക്കുന്നവരല്ല എന്നല്ലേ വിചാരിക്കുക, ഒക്കെ തീർന്നു എന്നല്ലേ വിചാരിക്കുക. പുണ്യനബിയോട് നമ്മൾ സ്വലാത്തും സലാമും പറഞ്ഞാൽ ഹബീബാ നബി തങ്ങൾ അതിന്റെ സലാം അടക്കുന്നവരാണ്. ഉമ്മത്തിന് സലാം അടക്കും നബി തങ്ങൾ. ഇവിടുന്ന് വാക്കാലൂരിന്ന് സ്വലാത്തു വസ്സലാം അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ അത് ആരാ പറഞ്ഞത്? അവരും അവരുടെ വാപ്പയുടെ പേരും തറവാട് പേരും ഹബീബിന് അറിയും, അള്ളാഹു അറിയിച്ചു കൊടുക്കുമെന്ന് തങ്ങൾ തന്നെ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ ഹദീസ് അല്ലേ. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. നോക്കണം, അമ്പിയാക്കന്മാർ അവിടെയും ഇബാദത്തിലാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇബാദത്ത് നമുക്ക് നിർബന്ധമല്ല, പക്ഷെ അമ്പിയാക്കന്മാർ അത് ചെയ്തുകൊണ്ടിരിക്കും.
സയ്യിദുനാ മൂസ നബിയെ കണ്ടു. അവരും ഇതുവരെ മരിച്ചിട്ടില്ലാത്ത നബിയായ ഈസ നബി അലൈഹിസ്സലാം, ചില റിവായത്തുകളിൽ ഇപ്പോഴും മരിച്ചിട്ടില്ലാത്ത ഖിദർ നബി അലൈഹിസ്സലാം, ഇവരൊക്കെ നിബിതങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ സ്ഥലമാണ് ജെറുസലേമിലെ പള്ളി. അല്ലാമ ഇബ്നു കസീർ തങ്ങള് ഹിസ്റ്റോറിയനാണ്, അവർ മുഅർരിഖാൻ, ചരിത്ര പണ്ഡിതനാണ്, മുഫസ്സിറാൻ, ലുഗവിയാണ്, ഗ്രമേറിയനാണ്. മഹാനവറുകളുടെ തഫ്സീറിൽ ഒരു അത്ഭുതകരമായ സംഭവമുണ്ട്. മസ്ജിദുൽ അഖ്സയുടെ ഭരണം അന്ന് നടത്തുന്നത് റോമക്കാരാണ്. അന്ന് പുണ്യനിബിതങ്ങളുടെ ഇസ്രാ മിഅ്റാജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അബൂ സുഫിയാന്റെയും കൂട്ടരുടെയും കച്ചവട സംഘം ഈലിയായിൽ എത്തുന്നത്, ജെറൂസലേമിലേക്ക് എത്തുന്നത്. അപ്പൊ അന്നത്തെ റോമൻ ഭരണാധികാരി പുണ്യനിബിതങ്ങളുടെ കത്ത് കയ്യിൽ കിട്ടിയ കാലം മക്കക്കാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട്, അവരൊക്കെ നിന്റെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു പറഞ്ഞു. അവരൊക്കെ വന്നു. അങ്ങനെ രാജാവിന്റെ മുമ്പിൽ അബൂ സുഫിയാനും സംഘവും ഹാജരായ വിഷയം ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ അത്ഭുതകരമായ ഒരു സംഭവമാണ്. അബൂ സുഫിയാനോട് പറഞ്ഞു, നിങ്ങളാണോ നേതാവ്? അതെ, നേതാവ് എന്നെ ഫേസ് ചെയ്ത് മുമ്പിലിരിക്കും. പിന്നെ ആരൊക്കെ കൂടെ വന്നത്? നിങ്ങളൊക്കെ അല്ലെ? നിങ്ങളൊക്കെ നേതാവിന്റെ ബാക്കിൽ എന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കണം. പിന്നെ നിങ്ങളുടെ നേതാവെങ്ങാനും നുണ പറഞ്ഞാൽ നിങ്ങൾ കൈപൊക്കണം. അബൂ സുഫിയാൻ പറയാൻ, നബി തങ്ങളെ കുറിച്ചാ ചോദിച്ചത്. കഴിവിന്റെ പരമാവധി നുണ പറയാൻ ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ എന്റെ പിറകുന്ന് വരെന്താ കാട്ടുന്നത് എനിക്ക് അറിയില്ലല്ലോ, മാനം പോവില്ലേ, അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞു. എന്നോട് ചോദിച്ചു, രാജാവ്, ഈ മുഹമ്മദ് നബിയെ നിങ്ങൾ അറിയുമോ? അതെ, അറിയും. ഇവരുടെ ഖബീലയും നാടും അറിയുമോ? അറിയും. മാന്യമായ കുടുംബത്തിലാണോ? അല്ല, ഒരു കച്ചറ കുടുംബത്തിലാണോ? മാന്യമായ കുടുംബത്തിൽ ആചരിച്ചത്. ഇവര് മുമ്പ് കളവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പൊ അടുത്തൊരു സംഭവം പറഞ്ഞു. നിങ്ങളുടെ നാട്ടിൽ ഇവിടെ വന്നുവെന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് ഉടനെ തന്നെ തിരിച്ചു പോന്നുവെന്നും അതിന്റെ ഇടയ്ക്ക് ഏഴാകാശവും യാത്ര ചെയ്ത് അള്ളാഹുവിനെ കണ്ടുപോന്നു എന്നൊക്കെ പറയുന്ന ഒരു യാത്ര, അതൊരു നുണയാണോ എന്നൊരു സംശയമുണ്ട്. വേറൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പൊ അവിടെ കൊട്ടാരത്തിൽ നിൽക്കുന്ന പാട്രിയാർക്കീസ്, മസ്ജിദുൽ അഖ്സയുടെ പരിപാലനം ചെയ്യുന്ന അവിടുത്തെ പുരോഹിതൻ രാജാവിനോട് അനുമതി ചോദിച്ചു. രാജാവേ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ എന്ന് ചോദിച്ചു. അതെ, പറഞ്ഞോളൂ. രാജാവേ, അത് സംഭവിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. റജബ് മാസം മസ്ജിദുൽ അഖ്സയുടെ ചരിത്രത്തിൽ അതിന്റെ മെയിൻ കവാടം അടക്കാൻ കഴിയാതെ ഞങ്ങൾ പോകുന്ന ഒരു രാത്രിയുണ്ട്. അന്ന് രാത്രി ഞാൻ വാതിലടച്ചു പോരുമ്പോ, പള്ളി മുഴുവനും പൂട്ടിപ്പോരാൻ നോക്കുമ്പോ വാതിലിന്റെ മുകളിൽ ബിൽഡിംഗ് ജാമായിരിക്കുകയാണ്. എനിക്ക് വാതിൽ അടക്കാൻ പറ്റിയില്ല. അന്ന് രാത്രി ലഭ്യരായ ആശാരിമാരെ കൊണ്ടുവന്നവർ പറഞ്ഞു, ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിൽഡിംഗ് ഇങ്ങ് ജാമായിട്ടുണ്ട് ഡോറിലേക്ക്, നാളെ എന്തെങ്കിലും ചെയ്യാം, രാത്രി നമുക്കൊന്നും ചെയ്യണ്ട, ലീവ് ഇറ്റ് ഓപ്പൺ. അങ്ങനെ അടക്കാതെ വന്നൊരു രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പിറ്റേന്ന് രാവിലെ ഞാൻ ആ പള്ളി അതിന്റെ വാതിലെ പരിശോധിക്കാൻ വേണ്ടി വരുമ്പോ മസ്ജിദുൽ അഖ്സയുടെ മുമ്പിൽ ആയിരക്കണക്കിന് ആളുകളുടെ കാൽപെരുമാറ്റത്തിന്റെ അടയാളം അതിന്റെ മുറ്റത്ത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട ആളാണ്. ഇതൊരു വിശുദ്ധരായ നബിക്ക് വേണ്ടി പ്രവാചകന്മാരെ അള്ളാഹു പുനരുജ്ജീവിപ്പിച്ച ആ സംഭവം നടന്നതായിരിക്കണമെന്നാണ് രാജാവേ എന്റെ വിശ്വാസം. രാജാവ് പറഞ്ഞു, ശരിയായിരിക്കാം. അബൂ സുഫിയാൻ പറയാൻ, ഞാൻ ആ പറഞ്ഞത് അവിടെ പൊളിഞ്ഞു. മസ്ജിദുൽ അഖ്സയ്ക്ക് വന്നത് നുണയാകുമെന്ന് ഞാൻ പറയാൻ നോക്കി. പിന്നെ പലതും ചോദിച്ചു. രാജാവ് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ പ്രവാചകന്റെ കൂടെ കൂടുന്നത് മുതലാളിമാരോ പാവപ്പെട്ടവരോ? കൂടുതലും പാവപ്പെട്ടവരാണ്. യുദ്ധം എങ്ങനെയാണ്? അവരാണോ നിങ്ങളോ ജയിക്കുന്നത്? അൽ ഹർബു ബൈനനാ സിജാൽ. ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും, ചിലപ്പോൾ അവർ ജയിക്കും. ഇവിടുത്തെ അനുയായികൾ കൂടുകയാണോ കുറയുകയാണോ? കൂടുകയാണ്. ഈ പ്രവാചകന്റെ കുടുംബത്തിൽ രാജാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടോ? ആ രാജാധികാരം തിരിച്ചു പിടിക്കാനുള്ള ഒരു തന്ത്രമായിരിക്കുമോ പ്രവാചകത്വം? അല്ല, രാജാക്കന്മാരൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. ഇത് പറഞ്ഞിട്ട് റോമൻ രാജാവ് ഒരു കാര്യം പറഞ്ഞു, പ്രവാചകന്മാർ മുഴുവനും ഇങ്ങനെയാണ്. അവിടെ കൂടെ കൂടിയത് ബഹുഭൂരിഭാഗം പാവങ്ങളാണ്. അവരുടെ അനുയായികൾ കൂടുകയാണ് ചെയ്യുന്നത്. ആ സത്യം വിജയിക്കും. പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ഈ സത്യപ്രവാചകൻ മക്കയും മദീനയും അതിജയിക്കുമെന്ന് ആ റോമൻ രാജാവ് പറഞ്ഞ് ഇസ്ലാം സ്വീകരിക്കാൻ അടുത്തിരുന്നു. കൂടുതൽ ആൾക്കാർ പഠിപ്പിച്ചു, നിങ്ങളിപ്പോ രാജാവായിട്ട് ഇപ്പൊ ഈ പുതിയ മതത്തിലേക്ക് പോവാണോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയുണ്ടായത്. ഇസ്രാ മിഅ്റാജിന്റെ ഒരു അത്ഭുതം നടന്നത് രാജാവിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ഈ സംഭവം അല്ലാമ ഇബ്നു കസീർ തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റബ്ബ് തആല കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് ഭൂമിയിൽ കാണിച്ചു കൊടുത്ത കാഴ്ചകളാണ് ഇതൊക്കെ. ഇങ്ങനെയെല്ലാം ചില അദാബുകൾ, ചില പരീക്ഷണങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. ഉമ്മത്തികളോട് കരുതലോടെ ഇരിക്കാൻ പറയണം. മദ്യം ഹറാമാകുന്നതിന്റെ മുമ്പ്, വ്യഭിചാരം ഹറാമാകുന്നതിന്റെ മുമ്പ്, ഒരുപാട് നിയമങ്ങൾ വരുന്നതിന്റെ മുമ്പ് ആ നിയമങ്ങൾ വരുന്നു എന്ന സൂചനയാണ് അല്ലാഹുവിന്റെ ഹബീബിന് കൊടുക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉപ്പയായ സയ്യിദുനാ ആദം അലൈഹിസ്സലാമിനെ കണ്ടു.
ആദം അലൈഹിസ്സലാം അലാ സൂറത്തി, ആദം നബി 60 മുഴം നീളമുള്ള മനുഷ്യനായിരുന്നു. ആദം നബി അലൈഹിസ്സലാം 60 മുഴം, ഒരു 6 നില കെട്ടിടത്തിന്റെ ഹൈറ്റ് ഉണ്ടാവും. അപ്പോ സയ്യിദുന ആദം അലൈഹിസ്സലാം നബി ചോദിച്ചു, ജിബ്രീലേ ഇതാരാണ്? അബൂക ആദം, മനുഷ്യരുടെയും അങ്ങയുടെയും ഒക്കെ പിതാവായ ആദം നബിയാണ്. നബിയേ അസ്സലാമു അലൈക യാ ഇബ്നി, എന്റെ മോനെ അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആദം നബിയുടെ സലാം. ആകാശ ലോകങ്ങളിലേക്കെടുത്ത യാത്രയുടെ സ്പീഡ് നമുക്ക് അനുമാനിക്കാൻ പോലും കഴിയില്ല. മനുഷ്യ ചിന്തകൾക്കും ശാസ്ത്രീയ നിഗമനങ്ങൾക്കും അതീതമാണിത്. കാരണം ഇതൊരു മുഅ്ജിസത്താണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വിശദീകരിക്കാൻ പറ്റില്ല. നമ്മുടെ സയൻസിന്റെ ഒരു നിയമം വെച്ചിട്ടും ഒരു മുഅ്ജിസത്തിനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റൂല. അതാണ് മുഅ്ജിസത്ത്. അതങ്ങനെ വിശ്വസിക്കുന്നതാണ് മുഅ്മിനായ മനുഷ്യൻ. ആര് പറഞ്ഞു ഇത്? പുണ്യനബി പറഞ്ഞതാണ്. ആര് കൊണ്ടുപോയി? അല്ലാഹു കൊണ്ടുപോയതാണ്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് anything in any way he wants. അല്ലാഹുവിന് വേണ്ട വിധം എന്തും ചെയ്യാൻ കഴിയുന്നവനാണ് അല്ലാഹു. ഇത് മനസ്സിലായാൽ ഹബീബിന്റെ ഇസ്രാ മിഅ്റാജ് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അവർ ചോദിച്ചില്ലേ, ആദ്യ നബി തങ്ങൾ സംസാരിച്ചത് ആരോട്? അബൂജഹലിനോട്. അബൂജഹൽ തമാശയാക്കി നേരെ ഓടിച്ചെന്നു അബൂബക്കർ സിദ്ദീഖിനോട്. അബൂബക്കറേ, എന്റെ കൂട്ടുകാരന് ഭ്രാന്താണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ? എന്താ പ്രശ്നം? ഇന്നലെ ഈലിയായിൽ പോയി മസ്ജിദുൽ അഖ്സ കണ്ടുപോൽ, 7 ആകാശവും കടന്ന് തിരിച്ചു വന്നുപോൽ, നീ വിശ്വസിക്കുന്നുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചൊറ്റ ചോദ്യം ചോദിച്ചത്, എന്റെ ഹബീബ് നിങ്ങളോടത് പറഞ്ഞോ? പറഞ്ഞു. സ്വദ്ദഖ്തുഹു, ഞാനത് വിശ്വസിച്ചു. എന്റെ റസൂൽ നുണ പറയില്ലെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടെ മുതലാണ് അബൂബക്കർ എന്ന് മാത്രം പേരുണ്ടായിരുന്നവർക്ക് അബൂബക്കർ അസ്-സിദ്ദീഖ് എന്ന് സഹാബികൾ പേരിട്ടത്. ഇസ്രാ മിഅ്റാജ് അങ്ങനെ വിശ്വസിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്ഭുതമായിരുന്നില്ലേ അത്? റബ്ബിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു കൊണ്ടുപോയ യാത്രയാണത്. 2ാം ആകാശത്ത് കണ്ടുമുട്ടി യഹ്യാ നബി, ഈസ നബി അലൈഹിസ്സലാമിനെ. അതിലൊരു നബി ജീവിച്ചിരിപ്പുള്ള നബിയാണ് ഈസ നബി അലൈഹിസ്സലാം. യഹ്യാ നബി ഷഹീദായി മരിച്ചുപോയ നബിയാണ്. 3ൽ കണ്ടുമുട്ടി നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, പിന്നെ ഇദ്രീസ് അലൈഹിസ്സലാം, പിന്നെ ഹാറൂൻ അലൈഹിസ്സലാം, പിന്നെ മൂസ അലൈഹിസ്സലാം. 7ാം ആകാശത്തുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു വലിയ വൃക്ഷത്തിന്റെ താഴെയാണ് ഇരിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരുപാട് കുട്ടികൾ കൂടെയുണ്ട്. അവൻ നബി തങ്ങൾ ചോദിച്ചു, ആരാണ് ജിബ്രീലേ ഇത്? ആരാണ് ഈ മക്കളെ എന്ന് ചോദിക്കുമ്പോൾ, നബിയേ ഇത് പ്രവാചകന്മാരുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇന്നത്തെ ഫലസ്തീനിലെ ഹിബ്രോണിൽ അന്ത്യവിഷം കൊള്ളുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആരാ കുട്ടികള്? മുസ്ലിമീങ്ങളുടെ ഉമ്മമാരിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയ പിഞ്ചു പൈതങ്ങൾ. അവരുടെ കെയർ ടേക്കറാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞ് മരിച്ചു പോകുമ്പോ വേദനയുണ്ട്. എന്നാൽ ആ കുഞ്ഞിനെ, മരിച്ചുപോയ കുഞ്ഞിനെ പരിപാലിക്കുന്നത്, സ്വർഗത്തിൽ കടക്കുന്നവരെ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആണെങ്കിൽ ആശ്വസിക്കാൻ അതിൽ വകയുണ്ട്, സമാധാനിക്കാൻ അവിടെ പ്രതീക്ഷയുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. പുണ്യനബിയേ, അങ്ങയുടെ അനുയായികളോട് പറയണേ, ഞാൻ അവരോട് സലാം പറഞ്ഞു എന്ന് പറയണേ എന്ന് നമ്മളോട് സലാം പറഞ്ഞയച്ചിട്ടുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങയുടെ ഉമ്മത്തികളോട് പറയണം, ഇബ്രാഹിം നബി നിങ്ങളോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം പറഞ്ഞു എന്ന് പറയണേ. നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം. വഅലൈക വഅലാ നബിയിന സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം സലാം പറഞ്ഞു, നബിയേ ഞാൻ അവർക്കൊരു സമ്മാനം കൊടുക്കാം. ഗർസുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഒരു കൃഷി ഞാൻ തരാം. അത് ചൊല്ലുന്തോറും അവരുടെ കൃഷിയിടങ്ങളിൽ, സ്വർഗ്ഗങ്ങളിൽ ഓരോരോ മനോഹരമായ വൃക്ഷങ്ങൾ അല്ലാഹു അവർക്ക് നട്ടുകൊടുക്കും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഗറാസുൽ ജന്ന, ഇത് സ്വർഗ്ഗത്തിന്റെ നിധിയാണ്. കൻസും മിൻ കുനൂസിൽ ജന്ന എന്ന് നമുക്ക് സമ്മാനം കൊടുത്തയച്ചു റസൂലുള്ളാഹി തങ്ങളുടെ കൈകളിൽ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി നമ്മളെ ബന്ധതാണ്. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലാ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. കഅബാലയത്തിന്റെ സൃഷ്ടിപ്പ് കഴിഞ്ഞതിന് ശേഷം, പുനരുദ്ധാരണം നടന്നതിന് ശേഷം ജബലുസ് സഫയിൽ കയറിയിട്ട് അല്ലാഹു വിളിച്ചു പറയാൻ പറഞ്ഞ വിളിയാളമാണ് ഹാജിമാരെന്ന് ഉത്തരം കൊടുക്കുന്ന ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. റബ്ബേ നീ വിളിച്ചില്ലേ ഇബ്രാഹിം നബിയുടെ നാവിലൂടെ, ആ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകുകയാണ്. റബ്ബേ ഉത്തരം നൽകുകയാണ്. ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സിദ്റത്തുൽ മുൻതഹായുടെ അരികത്തുകൂടെയാണ് കടന്നു പോകുന്നത്. അത് സ്വർഗ്ഗത്തിന്റെ ഒരു വൃക്ഷമാണ്, മനോഹരമായ വൃക്ഷം. ഇത് ദുനിയാവിന്റെ അവസാനം അവിടെയാണ് സിദ്റത്തുൽ മുൻതഹാ.
അള്ളാഹുവിന്റെ വഹി വരുന്നത് സിദ്റത്തുൽ മുൻതഹായിലേക്ക്. അവിടെ നിന്നാണ് മലക്കുകൾ കൊണ്ടുപോകുന്നത്. ദുനിയാവിന്ന് പോകുന്ന അമലുകൾ മുഴുവൻ എത്തിച്ചേർന്ന് അവസാനിക്കുന്ന സിദ്റത്തുൽ മുൻതഹായിൽ. അവിടെ നിന്നാണ് റബ്ബിന്റെ ഹദ്റത്തിലേക്ക് ഉയരുന്നത്. അങ്ങനെ അമലുകൾ അവസാനിക്കുന്നതും വരുന്നതും സമ്മേളിക്കുന്ന ഇടമാണ് ഈ പരിശുദ്ധമായ വൃക്ഷമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വൃക്ഷത്തിന്റെ മുരടിൽ നിന്ന് 4 നദികൾ ഒഴുകുന്നുണ്ട്. നഹ്റാനി ഫിൽ ജന്ന വ നഹ്റാനി ഫിൽ അർള്. 2 നദികൾ ഭൂമിയിലേക്കാണ്, 2 നദികൾ സ്വർഗ്ഗലോകത്തേക്കാണ് എന്ന് പറയുമ്പോ ഭൂമിയിലൂടെ ഒഴുകുന്ന 2 നദികൾക്ക് ആ സ്വർഗ്ഗലോകവുമായി ഒരു ബന്ധമുണ്ട്, ഒരാത്മീയ ബന്ധമുണ്ട്. ലേക്ക് വിക്ടോറിയയിൽ നിന്നാണ് നൈൽ നദി ഒഴുകുന്നത്. ആ നൈലിനെ കുറിച്ചാണ് നബി തങ്ങൾ പറഞ്ഞത് അന്നീലു വൽ ഫുറാത്ത്. രണ്ടാമത്തേത് ഇറാഖിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദിയാണ്. നൈലും യൂഫ്രട്ടീസും നമുക്ക് പരിശുദ്ധങ്ങളായ വെള്ളങ്ങളാണ്. ഏറ്റവും ശുദ്ധമായ വെള്ളം, ഏറ്റവും പുണ്യമായ വെള്ളം ഹബീബിന്റെ വിരലിലൂടെ അണപൊട്ടി ഒഴുകിയ വെള്ളമാണ്. അതൊന്നും കിട്ടാനില്ല. രണ്ടാമത്തെ ശ്രേഷ്ഠമായത് സംസമാണ്. അത് കിട്ടാനുണ്ട്. അല്ലാഹു കുടിക്കാൻ തൗഫീഖ് തരട്ടെ, ധാരാളം കുടിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അത് അല്ലാഹു ബഹുമാനിച്ച ശഈറത്താണ്, അല്ലാഹുവിന്റെ അടയാളമാണ്. മൂന്നാമത്തേതാണ് ഹൗദുൽ കൗസർ. അത് കഴിഞ്ഞാൽ പിന്നെ മാഉൻ നീൽ, നൈൽ നദിയിലെ വെള്ളമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ യൂഫ്രട്ടീസ് നദിയിലെ വെള്ളമാണ്. ഈ 2 നദികൾക്കും ബന്ധമുള്ളത് സിദ്റത്തുൽ മുൻതഹായുടെ മുരടിലൂടെ ഒഴുകുന്ന 2 നദികൾക്ക് ബന്ധമുണ്ട്. എങ്ങനെയാണ് ആ ബന്ധമെന്ന് ഭൗതികമായി വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയൂല. 2 നദികൾ ഒഴുകുന്നത് സ്വർഗ്ഗലോകത്തേക്കാണ്. ഇത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم رفعت الى مستوى سمعت فيه صريف الاقلام. പിന്നെ അല്ലാഹു എന്നെ ഒരു മനോഹരമായ സ്ഥലത്തേക്ക് എന്നെ ഉയർത്തിക്കൊണ്ടുപോയി. അവിടെ മാലാഖമാർ ഓരോരോ മനുഷ്യരുടെ, നമ്മൾ ഓരോരുത്തരുടെയും മരണം വരെ നടക്കാൻ പോകുന്ന അല്ലാഹുവിന്റെ ഖദർ ഖലാഉകൾ രേഖപ്പെടുത്തുന്ന പേനയുടെ ശബ്ദം ഞാൻ അവിടെ നിന്ന് കേട്ടു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.